ബിസിനസ് ഓണർ ജോർജ് കുട്ടി, ഫ്രീലാൻസർ പവനായി, KCB ഓവർസിയർ സുഗുണൻ. ലേറ്റസ്റ്റ് ബഡ്ജറ്റ് അപ്ഡേറ്റ് വെച്ചിട്ട് ഈ 3 പേരുടെയും ഇൻകം ടാക്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ടാക്സ് കമ്പയർ ചെയ്യാനായതുകൊണ്ട് ഈ 3 പേരും ഒരു വർഷം ഏൺ ചെയ്യുന്നത് 30 ലക്ഷം രൂപയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ജോർജ് കുട്ടിയുടെ കേസ് എടുത്താൽ ജോർജ് കുട്ടി ഈ 30 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് 1.5 കോടി റവന്യൂവിൽ നിന്നാണ്. ലാസ്റ്റ് റീലിൽ പറഞ്ഞ് 44 AD സെക്ഷൻ പ്രകാരം ജോർജ് കുട്ടിക്ക് ടോട്ടൽ റവന്യൂവിൻ്റെ 6% അല്ലെങ്കിൽ 8% ഇൻകമായിട്ട് ഡിക്ലെയർ ചെയ്താൽ മതിയാവും. അങ്ങനെ നോക്കുമ്പോൾ 9 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെയാണ് ജോർജ് കുട്ടി ഇൻകമായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടത്. ന്യൂ റെജിം പ്രകാരം ജോർജ് കുട്ടി ടാക്സ് ഒന്നും കൊടുക്കേണ്ടതില്ല. ഇനി പവനായിയുടെ കാര്യം. തൽക്കാലം പവനായി നേരത്തെ പറഞ്ഞ 44 ADA സെക്ഷൻ്റെ പരിധിയിൽ വരുന്ന ഒരാളാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പവനായിയുടെ ഒരു വർഷത്തെ പ്രൊഫഷണൽ ഫീ വരുന്നത് 30 ലക്ഷം. ഇതിൻ്റെ 50%, അതായത് 15 ലക്ഷം രൂപ മാത്രം പവനായി തൻ്റെ പ്രൊഫഷണൽ ഇൻകമായിട്ട് ഡിക്ലെയർ ചെയ്താൽ മതിയാവും. ന്യൂ റെജീം പ്രകാരം 15 ലക്ഷത്തിൻ്റെ ഇൻകം ടാക്സ് വരുന്നത് 1,05,000 രൂപയാണ്. ഇനി സുഗുണൻ്റെ കാര്യം. സുഗുണന് കിട്ടുന്ന 30 ലക്ഷം സാലറിയിൽ ആകെ 75,000 രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കാൻ പറ്റുന്നത്. ബാക്കി 29,25,000 മേലിലും സുഗുണൻ ഇൻകം ടാക്സ് അടയ്ക്കണം. അതായത് ഏകദേശം 4,58,000 രൂപ. ഇങ്ങനെയാണ് ഒരു ബിസിനസ്മാനും ഫ്രീലാൻസറും ഒരു സാലറി കിട്ടുന്ന ഒരു എംപ്ലോയിയും തമ്മിലുള്ള ടാക്സിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്.